ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നമ്മൾ കുറേ ദിവസമായി ഉച്ചയ്ക്കുള്ള റീഡിങ് ഇട്ടിട്ട്. ഞാനൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത്. കുറച്ചധികം തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ മൂകാംബികയിൽ പോയിട്ടുണ്ട്, കുടജാദ്രി, പിന്നെ മുരുടേശ്വരമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും വേണ്ടിയിട്ട്. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ ആൾക്കാർക്കും റീഡിങ്ങിൽ വരുന്ന എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പിന്നെ ഈ കൃത്യമായിട്ടുള്ള റീഡിങ്സ് കിട്ടണം. നമുക്ക് കുറേ നെഗറ്റീവ് ഉണ്ടാവുമല്ലോ നമ്മൾ കുറേ റീഡിങ് എടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു എനർജി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പ് റീഡിങ് ഇട്ടിട്ട് കുറേ ദിവസമായി. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നത് എന്താണ്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് ആകണം എന്നില്ല. കളക്റ്റീവാണ്, പിന്നെ ടൈംലെസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ഹൈഡ് ചെയ്യുന്ന എന്താണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. മൂൺ കാർഡാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഹൈഡ് ചെയ്യുന്ന കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് നാളെ പൗർണമി കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എനർജി ഈ സമയത്ത് അവരുടെ എനർജി എന്ന് പറയുമ്പം ശരിക്കും അവർക്ക് ഭയങ്കര വിഷമമാണെന്നുള്ളതാണ്. ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യമാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. പല കാര്യങ്ങളും ചെയ്തു പോയ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ സംഭവിച്ച പല കാര്യങ്ങളും വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് അവരതൊന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾക്ക് അവർക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആലോചിച്ചാൽ ഉത്തരമില്ലാത്തത് കൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സൈക്കിക് എബിലിറ്റി ഒക്കെ കൂടുന്നൊരു സമയമാണ് ഇപ്പോൾ. അവർ പല കാര്യങ്ങളിലും അവർക്കൊരു ക്ലിയർ ഡിസിഷൻ എടുക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. ഒരു കൺഫ്യൂഷനാണ് മനസ്സിൽ പല കാര്യങ്ങൾക്കും. അങ്ങനെയുണ്ട്. നോക്കാം എന്താണെന്ന്. അടുത്ത് 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കണ്ടില്ലേ, ഭയങ്കര പെയിനാണ് എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രെസ്സിലാണെന്ന് കാണുന്നുണ്ട്. ബാലൻസ് അല്ല അവരുടെ ചിന്തകളും അവരുടെ ലൈഫും അവരുടെ ഇപ്പോഴത്തെ അവർ ചെയ്യുന്ന പ്രവർത്തികളും ഒന്നും ബാലൻസിൽ കൊണ്ടെത്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇപ്പോൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് അവർക്ക്. പക്ഷേ ചെയ്യുന്നത് ഒരു കാര്യത്തിൽ ഇപ്പം അവരെന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന ഒരു കാര്യത്തിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് കാണുന്നത്. പിന്നെ ക്ലാരിറ്റി ഇല്ലാത്തത് അവരെ ശരിക്കും ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി അവർക്കില്ല. അവർ ഒളിച്ചോടുന്നൊരവസ്ഥയാണുള്ളത് ഇപ്പോൾ. നിങ്ങളോട് പല കാര്യങ്ങളും പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു മൂൺ കാർഡും 10 ഓഫ് സോഡ്സും വരുന്നത് നിങ്ങളോട് തുറന്നു പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് ഈ സമയം. കാരണം ഇപ്പോൾ ഒരു മെൻ്റൽ ട്രാപ്പിലായിരിക്കാം, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ ഒരു പ്രവൃത്തി മൂലമുള്ള ട്രാപ്പിലായിരിക്കാം. എന്ത് തന്നെ ആയാലും അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇത് നിങ്ങൾ അറിയരുത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് അവർ ചിലപ്പോൾ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും അവർ പെരുമാറുന്നത്. നിങ്ങളോട് കോണ്ടാക്റ്റിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ അധികം ആൾക്കാർ നോ കോണ്ടാക്റ്റ് ആണ് എന്ന് കാണുന്നത് കേട്ടോ. കിങ് ഓഫ് ഫയർ ആണ്. അപ്പോൾ
നിങ്ങളെന്ന് പറയുന്നത് അവരെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിരുന്ന ആൾക്കാരാണെന്നാണ്. ഇപ്പം അവരത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാതിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഡ്വൈസ് എന്ന് പറയുന്നത് അവരെ ഒരുപാട് ശരിക്കും ഇൻസ്പിറേഷൻ ആയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളായിരുന്നു അവരുടെ എല്ലാം. പിന്നെ നിങ്ങളുടെ വ്യക്തിത്വം അവർക്ക് ഒരുപാട് ഇൻസ്പയർഡ് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ സമയം അവരത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഒരിക്കലും അവരത് തുറന്നു പറയാനും അവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നൊന്നും തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത്. എയ്റ്റ് ഓഫ് എയർ ആണ്. എയ്റ്റ് ഓഫ് സോൾസിൻ്റെ എനർജിയാണ്. ഇതിൽ കുറേ ഡൗട്ട്സ് ഉണ്ട്. അവർക്ക് സെൽഫ് ഡൗട്ട് കൊണ്ടുവന്നുള്ളതാണ്. അവർക്ക് അവരെ വിശ്വാസം ഇല്ല. ചിലപ്പോൾ അവർ ചെയ്ത തെറ്റുകളൊന്നും അവർ അത് ചെയ്യരുതായിരുന്നു എന്ന് ഇപ്പം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പാസ്റ്റിൽ പോയിട്ട് തിരുത്താനും അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു കൺഫ്യൂഷൻ ഒരുപാടാണ് എന്നുള്ളതാണ്. ചെയ്യരുതാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സമയം ആലോചിച്ചപ്പോൾ അവർക്കത് എന്തിനാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നുള്ളതൊരു വളരെ വലിയ വിഷമം ഉണ്ടെന്നാണ് കാണുന്നത്. പിന്നെ കൺഫ്യൂഷനാണ്. എല്ലാ കാര്യങ്ങളിലും കൺഫ്യൂഷനാണ്. ഈ മൂൺ കാർഡും ഇതെല്ലാം ഇവർക്ക് ഇതിൽ വന്നതെല്ലാം ഒരു കൺഫ്യൂഷൻ്റെ കാർഡാണ്. ഒന്നിലും ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. വളരെ വലിയ വിഷമത്തിലാണ് അവരിപ്പോൾ എന്നാണ് തന്നെയാണ് കാണുന്നത്. മുന്നോട്ട് പോകാൻ പറ്റാതെ ഇത് ഏത് വഴിയിലൂടെ പോകും, ഇതെങ്ങനെ ക്ലിയർ ആക്കും. അവരുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ക്ലിയർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ വഴികൾ തുറക്കേണ്ടത് എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഫൈവ് ഓഫ് ഫയർ, വീണ്ടും ഫൈവ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. കോൺഫ്ലിക്റ്റ് ആണ് ഇതിൽ. ശരിക്കും ഈ കൂടെ നിൽക്കുന്ന ആരോടൊക്കെയോ അവരിപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിലാണ് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അവരെ കുഴി കൊണ്ട് ചാടിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഇവരുടെ സൗഹൃദ വലയത്തിൽ. അപ്പോൾ അതിൽ എന്തൊക്കെയോ ചെയ്ത് അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ അവർക്ക് ഈ സമയം വല്ലാതെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ട് ഇവർക്കൊരു കോൺഫ്ലിക്റ്റ് ആണ്. ഈ ഒരു കാര്യമൊന്നും നിങ്ങളറിയുന്നത് അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളോട് അവർ പറയുന്നത് വളരെ ഹാപ്പിയാണ്, എല്ലാവരോടും വളരെ സന്തോഷത്തിലാണ് എന്നൊക്കെ ആയിരിക്കും. ഇവർ ചിലപ്പം നിങ്ങളോടൊരു മത്സരബുദ്ധി ഉണ്ടായിരിക്കും. നിങ്ങളെക്കാളും രക്ഷപ്പെടണമെന്നും നിങ്ങളെക്കാളും ഉയരത്തിലെത്തണമെന്നും ഒക്കെ ഒരു മത്സരബുദ്ധി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും അവർ തുറന്ന് സമ്മതിക്കാനും സാധ്യതയില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളോടൊരു മത്സരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലെ പാളിച്ചകളും പ്രശ്നങ്ങളും ഒന്നും നിങ്ങൾ അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നത്. ഫോർ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. പിന്നെ ഒരു റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് എന്നെ ഇതിൽ വീണ്ടും കാണുന്നുണ്ട് കേട്ടോ. അവർ ഒന്നും ചെയ്യാതെ കുറച്ച് ദിവസം ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഓട്ടമൊക്കെ മതിയാക്കി ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയെങ്കിൽ എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ പക്ഷേ അതിനവർക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളോട് ഒരു റീകൺസിലിയേഷൻ വേണമെന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മുൻകൈ എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ഫൈവ് ഓഫ് സോർഡ്സിൻ്റെ എംബറിൻ്റെ എനർജിയാണ്. വൈസ് കൗൺസിലറാണ്. പിന്നെ ഇതിനകത്ത് അവർ നിങ്ങളോട് തെറ്റ് പറയാത്തിടത്തോളം കാലം അവർക്കൊരു ഈഗോ ഉണ്ടായിരിക്കും. ഒരു സെൽഫായിട്ട് ഉണ്ടാക്കിയൊരു കാര്യമാണ്. അവർ ചെയ്തത് തെറ്റാണ്, പക്ഷെ അവർക്കൊരിക്കലും തുറന്നു പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈഗോയുടെ ഒരു മുഖം മൂടി അണിഞ്ഞവരിയ്ക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ ഉപദേശിക്കും, നിങ്ങൾ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്, നിങ്ങളാണ് പ്രശ്നം. അപ്പം നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ കയ്യിൽ നിന്ന് അറിയാതെ വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങളാണ്. എന്നിട്ട് ഓവറോൾ നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് ഈ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ പ്രശ്നം കൊണ്ട് മാത്രമാണെന്ന് വരുത്തി തീർക്കും. അത് അവർ അങ്ങനെ വിശ്വസിക്കാനാണ് അവർക്കിഷ്ടം. കാരണം അങ്ങനെ അല്ല എന്ന് തിരിച്ചറിയുന്ന സമയം അവർ പിന്നെ ഒരു ഇല്ലാതായി പോകുന്നൊരവസ്ഥയാണുള്ളത്. അപ്പം അതുകൊണ്ട് അവർ സ്വയം അങ്ങനെ അവരിൽ തെറ്റില്ലെന്ന് വിശ്വസിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ അവർ അഡ്വൈസ് ചെയ്യുന്നു എന്നാണ് കാണുക. മജീഷ്യനാണ്. അപ്പം നിങ്ങളെന്ന് പറയുന്നത്
ഒരു മജീഷ്യൻ എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അവർ തിരിച്ചറിയുന്നു നിങ്ങളൊരു മജീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാത്തരം കഴിവുകളും ഉണ്ടായിരിക്കാം, സ്നേഹം ഉണ്ടായിരിക്കാം, അവരെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാജിക്കൽ ബോണ്ട് ഉണ്ടായിരിക്കാം. ഇതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെയുമായിട്ടുള്ള ഒരു എനർജി ലെവൽ എന്ന് പറയുമ്പോൾ അവർക്കത് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇപ്പോൾ ചിന്തിച്ച അങ്ങനെ അവർക്കത് പറ്റുന്നില്ല എന്നുള്ളതാണ്. അത്രയും ഡെപ്ത് ഉണ്ടായിരുന്നൊരു റിലേഷൻഷിപ്പാണ്, അത്രയും ഒരു മാജിക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ. അപ്പോൾ ഇത് പൂർണ്ണമായും വിട്ടിട്ട് പോയപ്പോഴാണ് അവർക്ക് ആ മാജിക്കിനെ കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടായത് എന്നാണ് കാണുന്നത്. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇപ്പം നിങ്ങളോട് ഒരു ശരിക്കും റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ. നല്ല റെസ്പെക്റ്റിലാണെന്നാണ്. പുറത്ത് ചിലപ്പോൾ കാണിക്കുന്നില്ലായിരിക്കാം, പക്ഷെ അവർക്ക് റെസ്പെക്റ്റ് ഉണ്ട് നല്ലതായിട്ട്. അവർ നിങ്ങളൊരു റെസ്പെക്റ്റബിൾ പേഴ്സണാലിറ്റി ആണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ ചിലപ്പോൾ ചെറുതാക്കാൻ വേണ്ടിയിട്ട് അവരത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങളെ കുറ്റം പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ അവർ ഒരുപാട് ബഹുമാനിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് സ്നേഹമാണ് എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മൊമെൻറ്റ്സ് അവർ വീണ്ടും അവർ ആലോചിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് സന്തോഷമാണ് എന്നുള്ളതാണ്. പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. ഇത് ഒരു നിങ്ങളൊരു മോട്ടിവേഷനാണ്. അപ്പം നിങ്ങളോട് വീണ്ടും ഒന്ന് കൂടിച്ചേരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഈഗോ കൊണ്ടത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവർ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇതൊരു മെസ്സേജോ കോളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയൊക്കെ ഈ സമയം ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷേ അവർ കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിലെ കുറേ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കരുത് എന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ കറണ്ട് ഫീലിങ്സും നിങ്ങളോടുള്ള ഫീലിങ്സും നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.